പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ, ടെക്നോപാർക്കിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അവിടെയെല്ലാം എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വയ്ക്കാറില്ല. അത് മാത്രമല്ല, അവർ നിങ്ങളുടെ ബേസിക് എബിലിറ്റി, the basic ability is in place, they will hire you and give training in whatever language or technology they need there. എനിക്ക് തോന്നുന്നു ദീപ്തി ആ ഒരു റൂട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആക്ച്വലി ഈസി ആയിരുന്നു. എവിടെയാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഓക്കെ. അതൊരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ IT സോഫ്റ്റ്വെയർ കമ്പനിക്കാരെ എടുത്തു കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഓൾ ബ്രാഞ്ചുകാരുണ്ടല്ലോ അതിൽ. മെക്കാനിക്കലുകാരുണ്ട്, സിവിലുകാർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഡെവലപ്മെന്റ് സെക്ഷനിലോട്ട് തന്നെ പോകണമെന്നാണ് ആഗ്രഹം. മനസ്സിലായി. ഇഫ് യു ആസ്ക് ഫോർ മൈ അഡ്വൈസ്, ഞാൻ പറയുക, ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ കയറിയിട്ട് കിട്ടുന്ന ടെക്നോളജി, കാരണം ടെക്നോളജി ഈസ് കൈൻഡ് ഓഫ് യു ക്യാൻ ഓൾവേസ് ഷിഫ്റ്റ് ടു ASP.NET എനി പോയിന്റ് ഇൻ ടൈം. ഞാൻ പറയുന്നത് ഇപ്പോൾ കിട്ടുന്ന ഒരു ടെക്നോളജി, ജാവ ആയാലും പൈത്തൺ ആയാലും എന്തായാലും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു കരിയർ ഷിഫ്റ്റ്, ഒരു ടെക്നോളജി ഷിഫ്റ്റിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. Your first priority should be get into some companies now. Okay. IBS-ൽ ഓപ്പണിംഗ്സ് ഉണ്ടോ സർ? IBS-ൽ ഓപ്പണിംഗ്സ് ഉണ്ട്. പക്ഷെ IBS പൊതുവെ താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ലാറ്ററലായിട്ട് ഹയർ ചെയ്യുമ്പോൾ അവർ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെയാണ് നോക്കുക. ഞങ്ങൾ ക്യാമ്പസ് ഹയറിംഗ് ആണ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ദീപ്തി വിളിച്ചതിന് നന്ദി. നമുക്ക് ഒരു പിതാവ്. ഹലോ സംസാരിച്ചോളൂ. ഹലോ, എന്തോ തകരാറുണ്ട്. നമുക്ക് ഇപ്പോൾ ബാംഗ്ലൂർ സിലിക്കൺ വാലി എന്ന് പറഞ്ഞു, യഥാർത്ഥത്തിൽ അമേരിക്കയാണ് സിലിക്കൺ വാലി. അപ്പോൾ അമേരിക്കയിൽ ഇന്ത്യക്ക് എത്രമാത്രം അവസരങ്ങളുണ്ട്? ഈ നാസ്കോമിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ, 5 ലക്ഷത്തിൽ പരം, 5 to 10 lakhs people ഇന്ത്യൻ IT കമ്പനികൾ എക്സ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി IT സർവീസസ് ആണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള IT ബിസിനസ്. ഇതിൽ പലരും ഒരു ക്ലയൻറ്റ് സൈറ്റിൽ ചെന്ന് വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ IBS-ൽ വരുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത UST ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനി. UST ഹാസ് അറൗണ്ട് 2,500 people in US. അപ്പോൾ ആ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ബ്രൈറ്റ് ആണ്. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ US-ൽ, ഇപ്പോൾ ഞാൻ US-ൽ 2 വർഷം ഉണ്ടായ ആളാണ്. US-ൽ എക്സ്റ്റൻസീവ്ലി ട്രാവൽ ചെയ്തിട്ടുണ്ട് ജോലിയുടെ ഭാഗമായിട്ട്. ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും എനിക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ വളരെ ആക്റ്റീവാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട പ്രേക്ഷകൻ ഇപ്പോൾ വീണ്ടും ലൈനിലുണ്ട്. ഹലോ, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നില്ല. കുറച്ചുകൂടി ഉറച്ച് സംസാരിക്കൂ. ആലപ്പുഴ നിന്ന് രാജേന്ദ്രനാണ് സംസാരിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. ഞാൻ എന്റെ മകന് ഈ ബിടെക് MBA കഴിഞ്ഞ ഈ മാർക്കറ്റിംഗ് ആയിരുന്നു, ബിടെക്കിന് കമ്പ്യൂട്ടർ സയൻസ്. ഈ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കമ്പനിയിൽ IBS-ൽ. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി നമ്മൾ ഫ്രഷേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ക്യാമ്പസ് ഫ്രഷ് ബാച്ചസിനെ എടുക്കുക. ഒരു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഏത് ടെക്നോളജിയിലാണ്, ഏത് മേഖലയിലാണെന്ന് അറിയാതെ പറയാൻ ബുദ്ധിമുട്ടാണ് സാർ. അത് മനസ്സിലായി. ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഏത് ടെക്നോളജി യൂസ് ചെയ്തതാണ്? മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരു ഓപ്പണിംഗ് ഇല്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇനി ഭാവി എന്താണ് IBS-ന്റെ? It's pretty exciting. ഇപ്പോൾ
വർഷവും IBS ഞങ്ങളുടെ മേഖലയിൽ, ഞങ്ങളുടെ ഡൊമൈനിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ്, സിഗ്നിഫിക്കൻ്റ് പ്രോഗ്രസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ബേസ് ഞങ്ങളുടെയൊക്കെ ഉള്ളത് അത് ഗ്രോ ചെയ്യുക. ഞങ്ങളുടെ ജിയോഗ്രഫിക്കൽ പ്രസൻസ് ഇപ്പോൾ US-ലും UK-ലും ജർമ്മനിയിലും ജപ്പാനും ചൈനയിലെല്ലാം ഞങ്ങൾ ക്ലയൻറ്റ് ഉണ്ട്. ആ ക്ലയൻറ്റ് ബേസ് കുറേ കൂടി എക്സ്പാൻഡ് ചെയ്യുക and give a lot more opportunity to young people and to be known as very highly innovative and a great place to work. തിരിച്ചു വരാം സാർ. ഒരു വിദ്യാർത്ഥി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, സംസാരിച്ചോളൂ. സഞ്ജയ്, എവിടെ നിന്നാണ് സഞ്ജയ് വിളിക്കുന്നത്? ചങ്ങനാശ്ശേരി. സംസാരിച്ചോളൂ സാർ. ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ സർവീസ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ജോലി സാധ്യത വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഏതാണ് ബിടെക് ആണോ ചെയ്യുന്നത്? അതെ അതെ, കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഒരുപാട് ജോലി സാധ്യതകളുണ്ടല്ലോ. ഞാൻ കമ്പ്യൂട്ടർ സർവീസ് പഠിച്ചത്. കമ്പ്യൂട്ടർ സർവീസ്? അതെ അതെ. ഓക്കെ. കമ്പ്യൂട്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ. ഞാൻ സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മേഖലയിൽ ജോലി സാധ്യതകൾ പൊതുവേ എനിക്ക് അത്ര പരിചയമുള്ള ഒരു പ്രവൃത്തി മേഖലയില്ല. അപ്പോൾ ഇനി എന്താണ് IT ഇൻഡസ്ട്രിയുടെ ജോബ് സെക്യൂരിറ്റിയെ കുറിച്ച്? ഇപ്പോൾ ജോബ് സെക്യൂരിറ്റിക്ക് പല ഘടകങ്ങളുണ്ട്. നിങ്ങളൊരു ഗവൺമെൻറ് ജോബാണെങ്കിൽ അതിനൊരു സെക്യൂരിറ്റി ഉണ്ടാവും. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. നിങ്ങളുടെ കോമ്പൻസേഷൻ വിൽ നോട്ട് ബി ആസ് ഹൈ ആസ് പ്രൈവറ്റ് സെക്ടർ. ഒരുപാട് ട്രാൻസ്ഫർ ജോബ്സ് ആയിരുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനികളും വളരെ തീക്ഷ്ണമായിട്ടുള്ള മത്സരത്തെ നേരിടുന്നു. എല്ലാ കമ്പനികളും അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനികളെക്കാൾ മുന്നിൽ നിൽക്കാൻ നിരന്തരം മത്സരിക്കുന്നൊരു കാഴ്ച നോക്കുകയാണ്. അതല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കമ്പനികളുടെ ഒരു മേജർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഒരു മത്സരത്തിൽ മുമ്പിൽ നിൽക്കാൻ സഹായിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്പോർട്സ് ടീം എടുത്തു കഴിഞ്ഞാൽ അവരുടെ നല്ല കളിക്കാരായിരിക്കും ആ ടീമിന് ജയിപ്പിക്കാൻ സഹായിക്കും. അതേമാതിരി ഒരു കമ്പനിക്കും അവരുടെ ടാലൻ്റ് ഉണ്ട്, അവരുടെ എംപ്ലോയീസ്. അപ്പം ഒരു കമ്പനിയുടെ ബിസിനസ് ഗോൾസിന് റിലവൻ്റ് ആയിരിക്കാൻ പറ്റുന്നോളം കാലം നിങ്ങളുടെ ജോലി വളരെ സെക്യൂർഡാണ്. മനസ്സിലായി? പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. ഇപ്പോൾ ലോകത്തിലെവിടെയും നടക്കുന്ന ഒരു ചെറിയൊരു എക്കണോമിക് ഡിപ്രഷൻ വളരെ വിദൂരമായ സ്ഥലത്ത് പോലും എത്തും. അപ്പോൾ IT ഈസ് ഇമ്മൻസ്ലി അഫക്റ്റഡ്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ മേഖലയിലേക്ക് വരാൻ സാധിക്കും. പക്ഷെ ഇതെല്ലാം തിയറി. നിങ്ങൾ എന്നോടുള്ളൊരു എൻ്റെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സെപ്റ്റ് നമ്മളുടെ സെപ്റ്റംബർ 11 അറ്റാക്കിന് US ശേഷം ഉണ്ടായ ഒരു അതൊഴികെ .com ബബിൾ ആ ടൈം ഒഴികെ നമ്മൾ വലിയൊരു ഡിപ്രഷൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു മാസീവ് ലേ ഓഫ് എന്ന് പറയാനുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇൻ തിയറി യെസ്, ഒരു പ്രൈവറ്റ് ജോബും വളരെ സെക്യൂർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരുടെയും ഒരു മോഹം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോബിന്റെ സെക്യൂരിറ്റിയും പ്രൈവറ്റ് IT സെക്ടറിലെ സാലറി. അതിനുള്ള ഉത്തരം തിരക്കാലത്ത് ശ്രീനിവാസൻ വളരെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പ്രൊമോഷൻ സാധ്യതകളൊക്കെ കമ്പനികൾ, എല്ലാ കമ്പനികളും ഞാൻ പറഞ്ഞ മാതിരി ഗ്രോയിങ് വെരി ഫാസ്റ്റ്. അപ്പോൾ പിന്നെ കമ്പനി ഗ്രോ, അവരുടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എല്ലാം ഒരുപാട് ഹയർ റോൾസ്, ഒരുപാട് ഗ്ലോബൽ റോൾസ്. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു കേരളത്തിലൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു പോകുന്ന ഒരാളാണ്. നമുക്കൊരു ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, പേര് പറയും. ഹലോ, എൻ്റെ പേര് സച്ചിൻ എന്നാണ്. സച്ചിൻ. സച്ചിൻ സംസാരിച്ചോളൂ സാറിനോട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ സാർ, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നത്. എൻ്റെ പേര് സച്ചിൻ എന്നാണ് സാർ. ഞാൻ BTech
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. എൻ്റെ ഫൈനൽ ഇയറിൽ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റിന് വഴി എനിക്ക് UST ഗ്ലോബൽ പ്ലേസ് ആയിരുന്നേ. അപ്പൊ സാറേ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ UST ഗ്ലോബൽ ഒരു IT കമ്പനി ആണല്ലോ. അപ്പൊ അവിടേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വിളിച്ചായിരുന്നു. സച്ചിന് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് വളരെ ഇഷ്ടമുള്ള ഫീൽഡാണോ? കുഴപ്പമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. UST ഗ്ലോബൽ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന കമ്പനിയാണ്. ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ നല്ല കമ്പനിയാണ്. ഒരുപാട് ട്രെയിനിങ്ങും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും തരുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് എ കമ്പനി വിച്ച് ഇസ് വെരി ഫാസ്റ്റ് ഗ്രോയിങ്. ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സച്ചിന് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല. സച്ചിന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച മേഖല ഇഷ്ടമാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതെ സാർ, സാധാരണയായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ IT ജോലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി കിട്ടത്തില്ല, അതുകൊണ്ടൊരു ടെൻഷൻ. ആ ചോദ്യം ഇപ്പോ ഇവിടെ ചോദിച്ചേ ഉള്ളൂ. ഞാൻ പറയുന്നത് സച്ചിൻ ഈസ് വെരി ഗുഡ്. സച്ചിൻ കണ്ടിന്യൂസ്ലി പുതിയ ടെക്നോളജികളെല്ലാം പഠിച്ച് ഇഫ് യു മേക്ക് യുവർ സെൽഫ് ഫ്യൂച്ചർ പ്രൂഫ്, ജോലി സെക്യൂരിറ്റിക്കൊന്നും വലിയ പ്രശ്നമില്ല. മനസ്സിലായില്ല? അത് ഏത് മേഖലയിലായാലും നമ്മളൽപ്പം അധ്വാനിച്ചാലല്ലേ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. നന്ദി സാർ. ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇതൊക്കെ? ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് തന്നെയാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോൾ ഒരു കോഴ്സായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി ഈവൻ പ്രൊഫഷണൽ കോഴ്സ്, എഞ്ചിനീയറിംഗ് ഈസ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പോയി വർക്ക് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് തന്നെ ആ കോഴ്സിൻ്റെ പാർട്ടായിട്ട് തന്നെ അവർ ഇതിന് ആ ഒരു പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതൊരു കോഴ്സിൻ്റെ പ്രീ റിക്വസിറ്റായിട്ട് മാറും. പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്യാമ്പസിൽ നിന്ന് കോർപ്പറേറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, കാരണം നിങ്ങൾക്കൊരു ചിട്ടവട്ടത്തിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്ത് ഒരു സമയബന്ധിതമായി റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന വലിയൊരു ഇതാണ് ഈ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന മാതിരി ഒരു മാസം മുമ്പ് 2 മാസം മുമ്പ് പഠിച്ച് പാസ്സാകുന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആ പ്രൊജക്ട് മാനേജർ ഈസ് അക്കൗണ്ടബിൾ. അയാൾ വേറൊരാളോട് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ. ആൻഡ് ഹി ഹാസ് ടു ഓണർ ദാറ്റ് ടൈം. അപ്പോൾ ഒരു സമയബന്ധിതമായിട്ട് ഒരു ക്വാളിറ്റി സ്പെസിഫിക്കേഷനുള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഇത് തരണം. പിന്നെ രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ഒരൊറ്റയ്ക്ക് വർക്ക് ചെയ്യരുത് ഈ മേഖലകളിൽ. നിങ്ങൾ എപ്പോഴും ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യും. നിങ്ങൾ ഇന്റർപേഴ്സണൽ സ്കിൽസും ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളാണ് പൊതുവെ ഒരാൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ്. ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ ഹലോ, എൻ്റെ പേര് ജിനു വർഗീസായിരുന്നു. പേര് ഒരിക്കൽ കൂടി പറയൂ. ജിനു. ആ ശരി. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ മൈസൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിനോട് സംസാരിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ ഞാൻ ഇവിടെ അധികം ഒരു ഇൻഫോസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഫോസിസ്. അപ്പൊ ഞാനിപ്പോ വിളിച്ചത് എന്റെ അനിയന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ജെഇ മെയിൻ എഴുതി അഡ്വാൻസ് എഴുതി അതിൻ്റെ കിട്ടിയില്ല. അപ്പൊ ജെഇ മെയിനിന് അവന് 154 മാർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ +2 അവന് 98 മാർക്കുണ്ട്. അപ്പൊ അവന് NIT ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണ്, ഇലക്ട്രിക്കൽ ഒരു അഡ്മിഷൻ കിട്ടുമില്ലെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. NIT-ന്റെ അഡ്മിഷൻ അതിന്റെ എക്സാം എഴുതിയതല്ലേ? അഡ്വാൻസ് മെയിൻ എഴുതിയിട്ടുള്ളൂ 154 മാർക്കുണ്ട്. അപ്പൊ ഇത് ഈ +2 തന്നിട്ടുണ്ട്. അപ്പൊ NIT അഡ്മിഷൻ ഇലക്ട്രിക്കലിന് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല.
എവിടെ ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. NIT ചോദിച്ചാൽ അറിയാൻ പറ്റും എന്നാണ് സാർ പറയുന്നത്. ശരി. കാരണം ഇപ്പൊ ഞങ്ങളൊരു കേരളം എഴുതിയായിരുന്നു. വിളിച്ചതിന് നന്ദി സാർ. ഇനിയും ഒരുപാട് പേർ സംശയങ്ങൾക്ക് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാൻ ആയിരിക്കുകയാണ്. ഇന്നത്തെ തൊഴിൽ പരിചയം ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ആപ്തവാക്യം: ജീവിതം ഒരു സൈക്കിൾ പോലെയാണ്, ചലിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് നിലംപതിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ. സാർ, അപ്പോൾ ഇത്രയും സമയം പ്രേക്ഷകർക്ക് വേണ്ടി, ദൂരദർശന് വേണ്ടി ഇവിടെ വന്നിരുന്നതിന്, സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് സാറിന് നന്ദിയുണ്ട്. ഇന്നത്തെ തൊഴിൽ പരിചയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.